മെസ്സിയുടെ പേരിൽ സ്പോൺസറും കായികമന്ത്രിയും നടത്തിയ സാമ്പത്തിക ഡീലുകൾ പുറത്തുകൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാക്കൾ. നിരവധി കേസുകളിലെ പ്രതിയായ വ്യക്തിയെ സർക്കാർ എങ്ങനെയാണ് സ്പോൺസറാക്കുക? കലൂർ സ്റ്റേഡിയത്തിലെ മരം സ്പോൺസർ മുറിച്ചു മാറ്റിയത് ചട്ടലംഘനം. മുട്ടിൽ മരംമുറി കേസിലെ പ്രതിക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നത് സംശയാസ്പദം. അർജന്റീന ടീമിന്റെ മറവിൽ കേരളത്തിൽ നടന്നത് വലിയ തട്ടിപ്പെന്ന് PK ഫിറോസും ഹൈബി ഈഡൻ MP-യും ശക്തമായി വാദിക്കുന്നു. നവീകരണ ശേഷം കലൂർ സ്റ്റേഡിയം അവകാശവാദമുന്നയിച്ച സ്പോൺസറുടെ നടപടിയിലും ദുരൂഹത. മെസ്സിയുടെ പേരിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് വലിയൊരു സാമ്പത്തിക നിക്ഷേപ തട്ടിപ്പിനാണോ സ്പോൺസർ പദ്ധതി ഇട്ടതെന്ന ചോദ്യം ശക്തമായി ഉയർന്നു കഴിഞ്ഞു. അർജന്റീന ടീമിന്റെ ഫിഫ മാച്ചിന്റെ സംഘാടനത്തിൽ സർക്കാരിനും സ്പോൺസർക്കും ഇടയിലുള്ള ധാരണകൾ വ്യക്തമാക്കണമെന്ന ആവശ്യമുയർത്തി പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു. ഇതോടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് തട്ടിക്കയറുന്ന അവസ്ഥയിലായി കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ റിപ്പോർട്ടറോട് മോശമായി പെരുമാറിയ കായിക മന്ത്രി ഇന്ന് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ ക്ഷുഭിതനായി മൈക്ക് തട്ടിമാറ്റുകയും ചെയ്തു. അതേസമയം മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസും കോൺഗ്രസ് MP ഹൈബി ഈഡനും ഉയർത്തിയ ഗൗരവമേറിയ ചോദ്യങ്ങളിൽ നിന്ന് സർക്കാരിനും കായിക മന്ത്രിക്കും GCDAയ്ക്കും മാറി നടക്കാൻ സാധിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ അർജന്റീന ടീമിന്റെ മത്സരവുമായി ബന്ധപ്പെട്ട് സ്പോൺസറെ എങ്ങനെ തീരുമാനിച്ചു? അതിന്റെ മാനദണ്ഡം എന്താണ്? എന്താണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ഉടമയുടെ യോഗ്യത? PK ഫിറോസ് ചോദിച്ചു. മാംഗോ ഫോൺ തട്ടിപ്പിലും ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും വ്യാജരേഖ ചമച്ച് കോടികൾ തട്ടിയ കേസിലും SBI തട്ടിപ്പിലും മുട്ടിൽ മരംമുറി കേസിലും പ്രതികളാണ് സ്പോൺസർമാർ എന്ന് PK ഫിറോസ് പറഞ്ഞു. മീനങ്ങാടി പോലീസിൽ 13 കേസുണ്ട് അവർക്കെതിരെ. ചൂരൽമല ദുരന്ത സമയത്ത് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞു. ചെയ്തോ? കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ 2000 പേർ പണിയെടുക്കുന്നു എന്ന് പറയുന്നു. 100-ൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെയുള്ളത്. നവംബറിൽ മെസ്സി വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ പണി നടക്കുക? മെസ്സിയെ കൊണ്ടുവരാൻ ഇവർ ഉദ്ദേശിച്ചില്ലെന്നത് വ്യക്തം. മെസ്സി വരുമെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുകയും അർജന്റീനയിൽ പോയി ഫോട്ടോ എടുത്ത് കബളിപ്പിക്കുകയും ചെയ്തു. മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന മറവിൽ ഒരു ഉഡായ്പ നടത്തി 139 കോടി അങ്ങോട്ട് അയച്ചുവെന്ന് പറഞ്ഞു. ആ പണം ഏതാണ്? കള്ളപ്പണമാണോ അങ്ങോട്ട് അയച്ചത്? കലൂർ സ്റ്റേഡിയം എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തി നവീകരിക്കുക? ഇതിന് നടപടിക്രമം ഇല്ലേ? PK ഫിറോസ് ചോദിക്കുന്നു. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം പ്രതികൾക്കിരിക്കാൻ കായികമന്ത്രി അവസരം നൽകുന്നുവെന്നും മുസ്ലിം ലീഗ് നേതാവ് ഫിറോസ് ആരോപിക്കുന്നു. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് കായികമന്ത്രി സർക്കാർ ഖജനാവിൽ നിന്ന് 13 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. മെസ്സിയുടെ പേരിൽ കേരള ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മന്ത്രി. പണം അയച്ച രേഖകൾ പുറത്തുവിടണം. ഈ തട്ടിപ്പിൽ കായികമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണ്ണപ്പാളി ഏൽപ്പിച്ചതുപോലെയാണിത്. മെസ്സി ഇടപാട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിൽ ദി ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് എറണാകുളം MP ഹൈബി ഈഡനും സർക്കാരിനെതിരെ വാളോങ്ങുന്നു. സ്പോൺസർ കമ്പനിയുമായുള്ള കരാറിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്ന് ഹൈബി ഈഡൻ MP GCDAയോട് ആവശ്യപ്പെട്ടു. മെസ്സിയുടെ പേരിൽ നടന്നത് ദുരൂഹ ബിസിനസ് ഡീൽ എന്ന് ഹൈബി ഈഡൻ ആരോപിച്ചു. മെസ്സി വരാത്ത സാഹചര്യത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ സ്പോൺസർക്ക് അവകാശമുണ്ടോ എന്നും ഹൈബി ചോദിച്ചു. മെസ്സിയുടെ സന്ദർശനവും കലൂർ സ്റ്റേഡിയവുമായും ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെയും കരാറുകളെയും ധനസമാഹരണവും സംബന്ധിച്ച് പൊതുസമൂഹത്തിനറിയാൻ താൽപ്പര്യമുണ്ട്. സ്റ്റേഡിയത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഏതു തരത്തിലുള്ള വൈദഗ്ധ്യമാണ് കമ്പനികൾക്കുള്ളത്? മെസ്സി വരാത്ത സാഹചര്യത്തിൽ സ്റ്റേഡിയത്തിൽ അടുത്തതായി നടത്താൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനം എന്താണ്? സ്റ്റേഡിയം വളപ്പിലെ മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. സർക്കാർ ഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ നിരവധി കമ്മിറ്റികളുടെ അനുമതി വേണം. ഈ അനുമതി വാങ്ങിയിട്ടുണ്ടോ? സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ കായിക മന്ത്രിയുടെയോ അറിവോടെയാണോ നിർമ്മാണ കമ്പനിയുടെ നടപടിയെന്നും ഹൈബി ഈഡൻ ചോദിച്ചു. ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിവരുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ട് ഹൈബി ഈഡൻ MP GCDA ചെയർമാന് കത്തയച്ചിട്ടുണ്ട്. സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നതോടെ സ്പോൺസറുടെ ദുരൂഹമായ ആവശ്യങ്ങൾ വെളിപ്പെടുത്തി GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള രംഗത്തു വന്നു. സ്റ്റേഡിയം നവീകരിച്ചാൽ മെസ്സി പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര മത്സരം കഴിഞ്ഞും സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശം തരണമെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് GCDA നേതൃത്വം വെളിപ്പെടുത്തിയത്. എന്നാൽ ആ ആവശ്യം അന്നേ തള്ളുകയായിരുന്നു സ്റ്റേഡിയം ഉടമകളായ GCDA. വീണ്ടും മത്സരം കൊണ്ടുവന്നാൽ പരിഗണന നൽകാമെന്നാണ് അന്ന് സ്പോൺസറെ അറിയിച്ചതെന്നും GCDA ഭാരവാഹികൾ പറയുന്നു.
കളിക്ക് വേണ്ടി നവീകരിക്കാമെന്നല്ലാതെ നടത്തിപ്പിലൊരു പങ്കാളിത്തവും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ ഉണ്ടാകില്ലെന്ന് കെ ചന്ദ്രൻപിള്ള വ്യക്തമാക്കി. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതിന്റെ മറവിൽ കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ സ്പോൺസറുടെ താൽപര്യത്തിലാണ് ദുരൂഹത ഉയരുന്നത്. അർജന്റീന മത്സരത്തിന് ശേഷവും സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്നാണ് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നത്. VVIP ഗാലറികൾ, ലൈറ്റിംഗ്, സ്റ്റേഡിയം ബലപ്പെടുത്തൽ, പുറമേയുള്ള അറ്റകുറ്റപ്പണികൾ എല്ലാം ഉടൻ പൂർത്തിയാക്കും. അർജന്റീനയുടെ മത്സരത്തിന് ശേഷം മറ്റ് രാജ്യാന്തര മത്സരങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കാം തുടങ്ങിയവയായിരുന്നു സ്പോൺസറുടെ അവകാശവാദങ്ങൾ. സ്റ്റേഡിയത്തിൽ തുടർന്നും അവകാശം വേണമെന്ന ആവശ്യവും ഇതോടൊപ്പം സ്പോൺസർ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ GCDA ഒരു മത്സരത്തിന് മാത്രമാണ് സ്റ്റേഡിയം വിട്ടു നൽകിയതെന്നും മറ്റൊരു കരാറുമില്ലെന്നും ആളുകൾക്ക് എന്തും ആവശ്യപ്പെടാമല്ലോ എന്നുമാണ് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പ്രതികരിച്ചത്. നവംബറിലെ വിൻഡോയിൽ കേരളത്തിലേക്കില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതോടെ മത്സരം മാറ്റിവെച്ചത് സ്ഥിരീകരിച്ച് സ്പോൺസർമാരായ റിപ്പോർട്ടർ TV ബ്രോഡ്കാസ്റ്റിംഗ് മേധാവി ആന്റോ അഗസ്റ്റിനും രംഗത്തു വന്നു. നവംബർ 18 വരെയുള്ള ഫിഫ വിൻഡോയ്ക്ക് ശേഷം ഈ വർഷം അന്താരാഷ്ട്ര മത്സര ഷെഡ്യൂളുകളില്ല. 2026 മാർച്ച് 23 മുതൽ 31 വരെയും ലോകകപ്പിന് മുന്നോടിയായി ജൂൺ 1 മുതൽ 9 വരെയുമാണ് ഇനിയുള്ള വിൻഡോകൾ. മാർച്ചിൽ ഫൈനലിസിമ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ മത്സരമുണ്ട്. ലോകകപ്പിന് മുമ്പായി പ്രധാന സന്നാഹ മത്സരങ്ങളും ടീം കളിക്കും. സാങ്കേതികമായി ഇതിനിടയിൽ ഇന്ത്യയിലേക്കൊരു സൗഹൃദ മത്സര സാധ്യത കുറവാണെന്ന് ഫുട്ബോൾ നിരീക്ഷകർ വിലയിരുത്തുന്നു.